ക്രോണിക് ലിവർ ഡിസീസ് യൂഷ്വലി അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫാറ്റി ലിവർ, ദെൻ അത് ഫൈബ്രോസിസിലേക്ക് പോകും, പിന്നെ സിറോസിസ്. അത് കഴിഞ്ഞാൽ ആദ്യം ഫൈബ്രോസിസ് ആകുമ്പോഴേക്കും വലിയ ലിവർ ചുരുങ്ങിയല്ല, ലിവറിൻ്റെ ടിഷ്യൂസ്, അതായത് ലിവറിലെ ഫങ്ഷണൽ ആയിട്ടുള്ള ഏറ്റവും പ്രധാന ഘടകം സെല്ല് വരുന്നത് ഹെപ്പറ്റോസൈറ്റ്സ് ആണ്. അവരാണ് നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം. ശരിക്കും ലിവർ ഒരു നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ്, മെയിൻ പ്രൊഡക്ഷൻ ഫാക്ടറി എന്ന് പറയാം ലിവർ നമ്മുടെ. അപ്പം ഇതെല്ലാം നടക്കുന്നത് ഈ ഹെപ്പറ്റോസൈറ്റ്സിലാണ്. ഈ ഹെപ്പറ്റോസൈറ്റ്സിൻ്റെ എണ്ണം കുറഞ്ഞ് കുറഞ്ഞ് അവിടെ ഫൈബ്രസ് ടിഷ്യൂ വരുമ്പോഴാണ് നമ്മൾ ഫൈബ്രോസിസ് എന്ന് പറയുന്നത്. അത് കൂടി വരുമ്പോഴേക്കും ചില ഭാഗങ്ങൾ കംപ്ലീറ്റ്ലി ഫൈബ്രോസ്ഡ് ആയി പോകുമ്പോഴാണ് നമ്മൾ സിറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് കുറച്ച് പോക്കറ്റ്സ് ഓഫ് നോർമൽ ലിവർ ടിഷ്യൂസേ ഉണ്ടാവുള്ളൂ അങ്ങനെയുള്ളതിൽ. അതാണ്. പിന്നെ അത് ഏറ്റവും കുറഞ്ഞു കുറഞ്ഞ് വരുമ്പോഴേക്കും നമ്മളുടെ കാര്യങ്ങളൊന്നും നടത്താൻ പറ്റാതെ വരും. പിന്നെ ലിവറിനകത്തെ പ്രഷർ കൂടും. ലിവറിനകത്ത് നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷനിലെ പ്രഷറിനെയാണ് നമ്മൾ സാധാരണ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ലിവറിനും ലങ്സിനും സെപ്പറേറ്റ് വേറൊരു സർക്കുലേഷനും കൂടെ ഉണ്ട്. ലിവറിനെ ടോട്ടൽ സർക്കുലേഷൻ എന്ന് പറയും. ഈ ലിവർ ചുരുങ്ങി വരുന്നതനുസരിച്ച് ഈ ടോട്ടൽ സർക്കുലേഷനിലെ പ്രഷർ കൂടും. അപ്പോഴാണ് നമ്മൾ ഈ അതിനും ഒരു ബൈപ്പാസായിട്ട് ബോഡി തന്നെ ഉണ്ടാക്കുന്നതാണ് ഈ അന്നനാളത്തിൽ കൂടെ ഉള്ള ബ്ലഡ് വെസലിൽ കൂടെ ബ്ലഡ് ഹാർട്ടിലേക്ക് കൊണ്ടുപോകാൻ നോക്കും. അതിനാണ് നമുക്ക് വെരിക്കോസ്, ഈ അന്നനാളത്തിൽ ഇങ്ങനെ വെയിൻസ് തടിച്ചു വന്ന് അത് ചിലപ്പം ഒത്തിരി പ്രഷർ കൂടി കഴിഞ്ഞാൽ അത് പൊട്ടി ബ്ലീഡിങ് വരും. കാലയിലൊക്കെ വെരിക്കോസ് വെയിൻസ് പൊട്ടി ബ്ലീഡിങ് വരുമല്ലോ എന്ന് പറഞ്ഞ പോലെ ഇതിനകത്തുനിന്നും വരും. അതാണ് ഈ എൻഡ് സ്റ്റേജ് പലപ്പോഴും നമ്മുടെ ലിവർ പേഷ്യൻസൊക്കെ ബ്ലഡ് ഒമിറ്റ് ചെയ്ത് മരിക്കാനൊക്കെയുള്ള കാരണം.